ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റജി തോമസ്. 1983-85 കാലഘട്ടത്തിൽ C2 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. നീണ്ട 39 വർഷങ്ങളോടുകൂടി ഞങ്ങൾ 88ഓളം കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ KE കോളേജിൽ കൂടുകയുണ്ടായി. അതിനേക്കാൾ ശക്തമായിട്ട് 1985-88 85-88 കാലഘട്ടത്തിലെ BA എക്കണോമിക്സ് ബാച്ചിലെ കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അത് ഇക്കോസ എന്ന പേരിൽ ഞങ്ങൾ വളരെ അധികം സജീവമായിട്ട് മിക്കവാറും ഈ സെക്കൻഡ് സാറ്റർഡേയും കൂടെ ഒരു മീറ്റിംഗ് മാംഗോ മെഡോസിൽ വെച്ച് കൂടുന്നുണ്ട്. അതിനേക്കാളും വളരെ സജീവമായിട്ടുള്ളൊരു മീറ്റിംഗാണ്. അതിനുശേഷം ഞാൻ MA ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കാൻ വേണ്ടി MG യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും വീണ്ടും MPhil വളരെ പ്രശസ്തമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പഠിക്കാനുള്ള യോഗം ഉണ്ടായി. അതിനുശേഷം PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഐക്യരാഷ്ട്രസഭ ജോലി കിട്ടി. നിർഭാഗ്യവശാൽ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഒരു 2.5 വർഷത്തോളം സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പാലക്കാടും തുറവൂർ സെൻറ്ററുമായിട്ട് ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. വീണ്ടും 2000 മുതൽ 2021 വരെ ഉഴവൂർ ഓയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം 21 മുതൽ 24 വരെ കരിങ്കുന്നം സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസായി അധ്യാപകന സേവനമനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ മാർച്ച് 30 ഞാൻ വിരമിച്ചു. ഇതിനോടകം എന്നെ ഞാനാക്കിയത് എൻ്റെ ചങ്കാണ്, എൻ്റെ വികാരമാണ്. വികാരത്തെ കഴിഞ്ഞും അപ്പുറം ഒരു വികാര തള്ളലാണ് എനിക്ക് എൻ്റെ KE കോളേജ് എന്ന് പറയുന്നത്. കാരണം പ്രത്യേകമായിട്ട് ഓർക്കുന്നത് പഴയ പ്രിൻസിപ്പൽമാരെ, വെമ്പാലയച്ചനെയും പീറ്ററച്ചനെയും അതുപോലെ മൺമറഞ്ഞു പോയ അനേകം മഹാരഥന്മാരായ അധ്യാപകർ എനിക്കുണ്ടായിരുന്നു. വീണ്ടും ഞാൻ പ്രത്യേകിച്ച് ലീന മിസ്സിനെ അഭിനന്ദിക്കുകയാണ്. KE കോളേജിലെ അലൂമിനി അസോസിയേഷൻ ഇത്രയും ശക്തമായി പടുത്തുയർത്തുവാൻ മിസ്സാണ് സഹായിച്ചത്. എന്നെപ്പറ്റി വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനോടകം 101ഓളം അവാർഡുകൾ കഥകൾ എഴുതിയും കവിതകൾ എഴുതിയും ലേഖനങ്ങൾ എഴുതിയും പുസ്തക നിരൂപണം നടത്തിയും കിട്ടിയിട്ടുണ്ട്. ഒപ്പം 100ഓളം പബ്ലിക്കേഷൻസ് ഉണ്ട്. വീണ്ടും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 1000ഓളം പ്രചോദനാത്മക പ്രഭാഷണം നടത്താൻ എനിക്ക് അനുവാദം അല്ലെങ്കിൽ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു മാസത്തേക്ക് ഞാൻ കുവൈറ്റിലാണ്. ഞാൻ KE കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് ഈ വരുന്ന 2024 മെയ് മാസം മുതൽ അവിടെ ഉണ്ടാകും. നിങ്ങളെല്ലാം നേരിൽ കാണാം എന്ന പ്രതീക്ഷയോടെ റജി തോമസ്.